ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പുതിയ പാഠപുസ്തകമാണ്. ഹിന്ദിയിലെ റൂറു എന്ന ചാപ്റ്റർ സ്റ്റോറിയാണ്. അതിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സ്, ചാപ്റ്റർ എക്സ്പ്ലനേഷൻ എല്ലാം ചെയ്ത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. അത് മൊത്തം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റൂറു കഹാനി പാറു ആനന്ദിൻ്റെ ആണ്. പാഠത്തിൻ്റെ വിശദീകരണം കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ റൂറുനെ ക്യാ ക്യാ ദേഖേ ഹോങ്കെ. അതായത് ആ പോക്കറ്റ്, കങ്കാരു സഞ്ചിന്ന് തല വെളിയിലിട്ടപ്പോൾ പുറം ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ കുട്ടി, കങ്കാരു കുട്ടി കണ്ടിട്ടുണ്ടാവുക, റൂറു കണ്ടിട്ടുണ്ടാവുക. എക് ബഡി സുന്ദർ ദുനിയ ബഹുത് സാരെ റംഗ് ആവാസ് സെ. ഇവിടെ കോമ ഇടണം കേട്ടോ, ടൈപ്പ് ചെയ്യുമ്പോൾ കോമ വരാത്തതാണ്. പുറത്ത് വലിയ സുന്ദരമായ ഒരു ലോകം അല്ലേ, ഒരുപാട് കളേഴ്സ്, അതുപോലെ തന്നെ സൗണ്ടുകൾ, ആവാസയും സൗണ്ട്, പിന്നെയോ ഖുഷ്ബു, നല്ല ഫ്രാഗ്രൻസ്, സ്മെല്ലുകൾ, സബ് ദേഖേ ഹോങ്കെ, ഇതെല്ലാം കണ്ടിട്ടുണ്ടാവാം. നെക്സ്റ്റ്, साथी को बुलाना और मिलकर घोंसला बनाना, यह चिड़िया का कौन सा मनोभाव प्रकट होता है. അപ്പോൾ ആ പക്ഷി അതിൻ്റെ പാർട്ട്ണർ പക്ഷീനെ വിളിക്കുന്നുണ്ട് അല്ലേ, അതിൻ്റെ കൂടെയുള്ള പക്ഷീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പക്ഷിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ. अपने बच्चों को लेकर चिड़िया परेशान थी. ആ പക്ഷിക്കൂട് വീണ് കുട്ടികൾ താഴെ വീണ് കിടക്കുകയാണ് അല്ലേ, പക്ഷിക്കുട്ടികൾ. അപ്പോൾ ഈ ബേർഡ് എന്താണ്, ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് ആള്. ചിടിയ അപ്പനി സാത്തിക്കു ബുലാത്തേ ഹെ. അപ്പോൾ ബേർഡ് അതിൻ്റെ പാർട്ട്ണർ പക്ഷീനെ, സാത്തിനെ വിളിക്കുകയാണ്. യഹാ ദുഃഖ് ഭാവ് പ്രകട് ഹോത്താ ഹെ. അപ്പോൾ പക്ഷിയുടെ ദുഃഖഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. അടുത്തത്, യഹാ റൂറു കെ ചരിത്ര കി കോൺ സി വിശേഷത പ്രകട് ഹോത്തി ഹെ. റൂറുവിൻ്റെ സ്വഭാവത്തിലെ ഏത് ഗുണമാണ്, എന്ത് പ്രത്യേകതയാണ് ഇവിടെ പ്രകടമാകുന്നത്? റൂറു ദൂസരോം കി മദത് കർണ ചാത്തേ ഹെ. റൂറു മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉസ്കെ മൻമേൻ ദൂസരി കോ പ്രതി സഹാനുഭൂതി ഹെ. മറ്റുള്ളവരെ കുറിച്ചോർത്ത് മനസ്സിലൊരു സഹാനുഭൂതിയുള്ള ഒരു ജീവിയാണ് റൂറു. ഓക്കെ, അപ്പോൾ 3 ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ ചിത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ഞാൻ ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ആരാണ്, കിസ്നെ കഹ എന്നാണ് ചോദ്യം. ഈ 3 എണ്ണം നമ്മളിവിടെ 3 സ്ഥലത്ത് ഫില്ല് ചെയ്തു. അപ്പോൾ ആദ്യം ബേർഡാണ്, അതിലേതാ വരിക? മേരാ ഗോസ്ല ബിഗർ ഗയാ ഹെ, എൻ്റെ പക്ഷിക്കൂട് തകർന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. രണ്ടാമത് ഇവിടെ കാണിച്ചിരിക്കുന്ന റൂറുനെ തന്നെയാണ്. മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്ന റൂറു. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, അതാരാ പറയണത്? ഈ അമ്മ കങ്കാരു പറയുന്ന വേർഡാണ്. അപ്പോൾ ആരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. മേരാ കോയി ദോസ്ത് നഹി റൂറു പറയുന്നതാ. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ അമ്മ പറയുന്നതാ. മേരാ ഗോസ്ല ബിഗർ ഗയാ ഹെ ചിടിയ പറയുന്നതാ. ഓക്കെ, അടുത്തത് അമ്മാക്കെ പാസ് പഹുഞ്ചായേ ലിഗേ. കണ്ടല്ലോ, അതായത് മദറും ചിൽഡ്രനും എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ കങ്കാറുവിൻ്റെ കുട്ടീനെ നമ്മൾ ജോയ്സ് എന്ന് പറയും. കുത്ത, അതായത് ഡോഗിൻ്റെ കുട്ടീനെ നമ്മൾ പിള്ള എന്ന് പറയും. ബില്ലിയുടെ കുട്ടീനെ നമ്മൾ ബിലോട്ട എന്ന് പറയും. മുർഗ്, കോഴിക്കുഞ്ഞിനെ ചൂസ എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ്, പഹച്ചാനെ ക്രമേൻ ലിഗേ. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്, ഓർഡർ ആക്കി എഴുതാനാണ്. റൂറു എ കങ്കാരു കാ ബച്ചാത്ത, അത് ഫസ്റ്റത്തെ. രണ്ടാമത്തെ, റൂറു കാ കോയി ദോസ്ത് നഹീത്ത, അത് സെക്കൻഡ്. നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കണേ, എഴുതാനുള്ള ഒരു ഇത് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. റൂറു കങ്കാരുവിൻ്റെ ബച്ച ആണെന്ന് ആദ്യത്തെ അവർ എഴുതിയിട്ടുണ്ട്. രണ്ടാമത് ലൈനിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, റൂറു കാ കോയി ദോസ്ത് നഹീത്ത. മൂന്നാമത് നിങ്ങൾ എഴുതേണ്ടത് റൂറു അമ്മിക്ക് ജേബ് സെ സിർ നിക്കാല. റൂറു പതുക്കെ ആ പോക്കറ്റിൽ നിന്ന്, കങ്കാരു സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടു. 4, റൂറു ചിടിയാക്കി പീച്ച് ചൽപ്പട, ആ പക്ഷിയുടെ പിന്നാലെ പോയത്. നാലാമത്തെ. 5, ബച്ചി ജമീൻ പർ ബേഹാൽ പടയത്തെ. അപ്പോൾ പോയി നോക്കുമ്പോൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? പക്ഷിക്കുട്ടികൾ നിലത്ത് വീണ് കിടക്കുന്നത് അല്ലേ, 5. പിന്നെ 6, അമ്മീനെ ചിടിയാക്കി ബച്ചയ്ക്കോ ജേബ് മേ രഖ് ലിയ. ഈ അമ്മി, അതായത് അമ്മ കങ്കാരു ആ പക്ഷിക്കുട്ടികളെ സ്വന്തം എന്ത് ചെയ്തു, പോക്കറ്റിൽ വെച്ചു. ഓക്കെ, 6 കേട്ടോ. 7, ചിടിയാനെ റൂറുക്കോ ഗാന സിക്കാദിയ. പക്ഷി റൂറിന് പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് 7 എണ്ണം. ഇത് നിങ്ങൾ ആ ഓർഡറിൽ 1, 2, 3 ഓർഡറിൽ ഇവിടെ എടുത്ത് എഴുതിയാൽ കറക്റ്റ് ആവും കേട്ടോ. നെക്സ്റ്റ്,
കോൺവെർസേഷൻ ആണ്. സബേരെ ഹി സാരെ മിത്ര ആയെ ചിടിയ സെ ബാത്തേ കർണേ ലഗെ. രാവിലെ തന്നെ എല്ലാ ഫ്രണ്ട്സും വന്നു ഈ പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചിട്ടുണ്ടാവാൻ നോക്കാം. ഹാത്തി പറയാണ്, കങ്കാരു കി ജേബ് മേ കേസാ രഹാ. കങ്കാരുവിന്റെ പോക്കറ്റിൽ നീ എങ്ങനെയാണ് ഇരുന്നത്? ചിടിയ, ബഹുത് മസേദാർ ഔർ സുരക്ഷിത് രഹ. നല്ല രസമായിരുന്നു, അതുപോലെ സേഫ് ആയിരുന്നു. ഗേൽനിക്ക മോക്ക ബി മില. ഇത് മാ ആണ്. അപ്പോൾ കളിക്കാനുള്ള അവസരവും ലഭിച്ചു. അപ്പോൾ മേഡക് ഫ്രോഗാണ് കേട്ടോ, തവള ചോദിക്കും, ക്യാ വഹ ജഗതി മുജെ ബി ഗേൽന ചാഹിയത്. അവിടെ സ്ഥലമുണ്ടോ കളിക്കാനൊക്കെ? എനിക്കും കളിക്കണം എന്ന് പറയാണ്. അപ്പോൾ ചിടിയ പറയും, ഹാ ദോടി ജഗതി മേഡക് തുമ്പി ആ സക്തേ. കുറച്ച് സ്ഥലമുണ്ട്, നിനക്കും വരാം മേഡക് എന്ന് ചിടിയ പറയും. പക്ഷി പറയും. ബാലു ആരാ? കരടിയാണ് കേട്ടോ. കരടി പറയും, മേ തോ ബഡാ ഹും മേ നഹി ആസക്ത. ഞാൻ വലുതല്ലേ, എനിക്ക് കങ്കാരുവിന്റെ പോക്കറ്റിൽ കയറാനൊന്നും പറ്റില്ല. ചിടിയ പറയും, സഹി കഹാ തുമ്നെ ബാലു, വ ഛോട്ടെ ജാൻവറോം കെ ലിയേ ഹി ജഗ ഹൈ. നീ പറഞ്ഞത് ശരിയാണ് ബാലു, അവിടെ ചെറിയ ആനിമൽസ്, ചെറിയ ജീവികൾക്ക് മാത്രമേ സ്ഥലമുള്ളൂ. ഈ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഇടയിൽ കങ്കാരു പറയും, അഗലി ബാർ മേഡക് ഓർ ചിടിയ തും ദോനോ സാത്തോമേ ആന. അടുത്ത തവണ ഫ്രോഗും ബേർഡും, മേഡക് ഓർ ചിടിയ, നിങ്ങൾ രണ്ടാളും കൂടി വരൂട്ടോ എന്ന് ആര് പറയും? കങ്കാരു പറയും. അപ്പം മേഡക് പറയും, ടീക് ഹേ ധന്യവാദ്. ഓക്കെ, ശരി, താങ്ക് യു. ചിടിയും പറയും, ടീക് ഹേ ധന്യവാദ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയൊരു കോൺവെർസേഷൻ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ലിഗെ ക്യാ ക്യാ ദേക്കെ. ഇവിടെ കങ്കാരുവിൻ്റെ കുഞ്ഞ് റൂറു പുറത്ത് വന്നിട്ട് എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 5 പിക്ചർ തന്നിട്ടുണ്ട്. ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് എഴുതാനാണ്. ആദ്യത്തെ, ആസ്മാൻ മേ ബാദൽ ഹെ. ആകാശത്തിൽ മേഘമുണ്ട്. പാനി ബർസ്ത ഹെ. വെള്ളം വീഴുന്നുണ്ട്, അല്ലെ മഴ പെയ്യുന്നുണ്ട്. രണ്ടാമത്തതിൽ കുറച്ച് ചെടികൾ, പൂക്കള്, ബട്ടർഫ്ലൈസും തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എഴുതാം. പൗദോംബർ ഫൂൽ ഗിൽ രഹേ ഹെ. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഓർ തിത്തലിയാം ഉൻപർ ആ ഗൈ ഹെ. പൂമ്പാറ്റകൾ അതിൽ വന്നിരിക്കുന്നു. മൂന്നാമത്തെ, സൂര്യ പഹാഡ് കെ ഊപ്പർ ഉഗ് രഹാ ഹെ. മലമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. അടുത്തത് ഇവിടെ ഇതിൻ്റെ അടിയിൽ സൂര്യ എന്നുണ്ട് കേട്ടോ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അടുത്തത് ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഒരു വീട് കാണുന്നുണ്ട്. എക് നദി ബഹ് രഹി ഹെ, നദി കെ കിനാരെ എക് ഗർ ദിക്കായി ദേ രഹാ ഹെ. ഓക്കെ, അടുത്തത് ഒരു മരം, അതിലൊരു പക്ഷി. നമുക്ക് അത്രയല്ലേ കാണുന്നുള്ളൂ, അത് എഴുതുക. എക് ചിടിയ പേഡ് കെ ഊപ്പർ ബൈഠാ ഹെ. ഓക്കെ, അപ്പോൾ ഈ 5 പിക്ചറിൻ്റെയും വിവരണമാണ് ഇവിടെ തന്നത്. പിന്നെ ഈ ബോക്സ് കണ്ടില്ലേ, ഇത് നിങ്ങളുടെ വിവരണത്തിൽ ശീർഷകമുണ്ടോ, ഹെഡിങ് ഉണ്ടോ, ദൃശ്യത്തിന്റെ വിവരണം മാത്രമാണോ, കറക്റ്റ് ഭാഷയാണോ എന്നൊക്കെയാണ്. അപ്പോൾ ആണെങ്കിൽ ഹാ കൊടുക്കുക, അല്ലെങ്കിൽ നെഹിയിൽ കൊടുക്കുക. ഇത് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ, എക്സ്ട്രാ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നെക്സ്റ്റ്, പോസ്റ്റർ തയ്യാർ കരേ. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസമാണ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഫ്രണ്ട്ഷിപ്പ് ഡേ പറയുന്നത് 30th ജൂലൈ 2025 30 ജൂലൈയിലാണ്. അപ്പോൾ അതിലവർ നമുക്കൊരു ചെറിയ പോസ്റ്റർ മാത്രമേ ഉള്ളൂ, പിക്ചറൊക്കെ അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പിക്ചർ ഒന്നും കൊടുക്കണ്ട. മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ കൊടുക്കണം. എക് ജഡിൽ ദുനിയാമേ ദോസ്തി കോ മസ്ബൂത് കർണ. ഇതാണ് ഇതിൻ്റെ മെസ്സേജായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സസൈസ്. ഇപ്പോൾ റൂറു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സസൈസും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, കമൻറ്റിലൂടെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.